ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നേമത്താണ്, കാട്ടാക്കട. എല്ലാവരുടെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള എൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു അവാർഡ് IM വിജയൻ നേടിയതുപോലെ അതേപോലെയൊക്കെ ഉള്ളൊരു അവാർഡ്സ് നേടണമെന്ന് എനിക്ക് ഒരുപാട് അവാർഡുകൾ നേടണം എന്നുള്ള ആഗ്രഹത്തോടെ, എനിക്ക് 38 വയസ്സായിട്ടുണ്ട്. ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബാഡ്മിൻ്റൺ. അപ്പോൾ ആ ബാഡ്മിൻ്റണിൽ വെറ്ററൻ കാറ്റഗറിയിൽ എനിക്കെതിരെ കളിക്കാൻ ലോകത്ത് ഒരുപാട് നല്ല കളിക്കാരുണ്ട് എന്നെനിക്ക് കൃത്യവും വ്യക്തമായിട്ട് അറിയാം. എന്നാലും എൻ്റെ ശരീരവും മനസ്സും ഞാൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആക്കി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഇന്നേക്ക് ഇപ്പോൾ ഒരു മാസം ആയേക്കണം. ഇപ്പം എൻ്റെ പ്രാക്ടീസ് കുറച്ച് ദിവസങ്ങളായിട്ട് മുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ നേടും എന്നൊരു ആത്മവിശ്വാസത്തോടെ 10 വർഷം എടുത്താലും 7 വർഷമോ 8 വർഷമോ 10 വർഷം എടുത്താലും തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഞാനത് നേടിയെടുക്കും എന്നുള്ള ചിന്തയോടുകൂടി ഒരു ലക്ഷ്യം ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതെൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്. അതിനുവേണ്ടി ഞാൻ പഠിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ പതഞ്ജലി പ്രാണയോഗ പഠിക്കുന്നുണ്ട്. യോഗ 193 സൂക്തങ്ങൾ വരുന്ന യോഗ. എൻ്റെ ശരീരത്തിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ഞാൻ യോഗ പഠിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ പഠിക്കുന്ന കോഴ്സുകളും അതേപോലെ ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം എൻ്റെ മനസ്സിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ജോലികളാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള വർക്കുകൾ, ഇതെല്ലാം ഞാൻ എടുത്ത് ആപ്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പ്രൊഡക്ടിവിറ്റി കണ്ടെത്തുന്നുണ്ട്. കോർട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞ പോലെ യോഗസ്ഥക്കുരു കർമാണേ സംഘം തെത്വ ധനഞ്ജയ സിദ്ധ സിദ്ധ്യോ സമോഭൂത്വ 2 വരികളുണ്ട്. ആ വരികൾ മിസ്സിങ് ആണ്. അപ്പോൾ അതേപോലെയാണ് ഞാൻ കോർട്ടിലിറങ്ങുന്നത് കളിക്കാനായിട്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. നീ ഒരു യോഗി ആയിക്കൊണ്ട് നീ യുദ്ധം ചെയ്യൂ ധനഞ്ജയ. അർജുന എന്താണ് യോഗി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത്, ഏതവസ്ഥയിലും സമാനമായി ചിന്തിക്കുകയും സന്തുഷ്ടനായിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരവസ്ഥയിലും അവൻ യോഗിയാണ് എന്നാണ് അതിന് കിട്ടിയ മറുപടി. അതേപോലെ തന്നെ എതിരാളിയുടെ ബലം കൂടുതലോ കുറവോ എന്ന് നോക്കാതെ സമചിത്തതയോടുകൂടി ചിന്തിച്ച് നീ കർമ്മനിരതനാകൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ രീതിയിൽ കർമ്മനിരതനാവാൻ തീരുമാനിച്ചേക്കുന്ന വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ട്രാൻസ്ഫോംഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും ഹോക്കറാസ് എന്ന് പറഞ്ഞാൽ സ്വയം ഞാനാണ്. ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം എന്ന ഒരു പ്രൊസീജിയർ എൻ്റെ ഉള്ളിൽ ഉദിച്ചതാണ്. അതിന് ഞാൻ എനിക്കൊരു ബുക്കാക്കി മാറ്റിയാൽ പോലും ഈ പറയുന്ന വീഡിയോ, ഈ 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ പറയുന്ന വീഡിയോ ഒന്ന് ട്രാൻസ്ക്രൈബ് ചെയ്താൽ പോലും ഒരുപാട് പേജ് വരും. അത് വായിച്ചെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ട് വരും. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിലായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലികളുണ്ട്. ആ ജോലികൾ എനിക്ക് റവന്യൂ തരുന്നുണ്ട്. ആ റവന്യൂ തരുന്ന ജോലികൾ ഞാൻ സ്വാർത്ഥമായിട്ട് എൻ്റെ ഉള്ളിൽ വെക്കുന്നില്ല. ഞാനത് എങ്ങനെ നേടുന്നു എന്നും ഞാൻ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹോക്കറാസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തെല്ലാം പറയുന്നുണ്ടോ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഭാവിയിലൊന്ന് നോക്കി കണ്ടാൽ മതി. ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇന്നലത്തെ കാര്യങ്ങൾ. ഇന്നലെ ഞാനൊരു വ്യക്തിത്വത്തെ പരിചയപ്പെട്ടു, നിസാമുദ്ദീൻ. അദ്ദേഹം ഇവിടുത്തെ ഫൈനാൻഷ്യലി ലിറ്ററസി കൗൺസിലറാണ്. RBI അണ്ടറിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ എനിക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ അദ്ദേഹവും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനും ഇതേ സെയിം ലക്ഷ്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, പൗലോ കൊയ്ലോ പറഞ്ഞോട്ട് നമ്മുടെ ലക്ഷ്യമൊന്ന് ആഞ്ഞു പിടിച്ചാൽ, നമ്മൾ അത്രയധികം ആഗ്രഹിച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് ഭൂമി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് പരിചയങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. കാരണം ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടാറില്ല. അതേപോലെ തന്നെ ഞാൻ ഫ്രീലാൻസായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെയും ലഭിക്കുന്നുണ്ട്. അതിലൂടെ മറ്റ് ബിസിനസ്സുകളും ലഭിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ലഭിക്കുന്ന കമ്മീഷൻ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരാളുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ അവർക്ക് റവന്യൂ ഉണ്ടാക്കാൻ, എല്ലാവർക്കും വേണ്ടത് ക്യാഷ്, എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കത് നേടാനൊരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 100% 200% ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളാണ്.
അപ്പോൾ എനിക്ക് 10% കമ്മീഷൻ എനിക്ക് മതി, 90% എനിക്ക് ലീഡ് തരുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടിട്ട് എനിക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും അതേപോലെ വർക്ക് ജനറേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കാനൊക്കെ വളരെയധികം എളുപ്പത്തിൽ സാധിക്കാറുണ്ടെന്ന് മാത്രമല്ല, അവർ ഞാനുമായിട്ട് നല്ല ബന്ധം പുലർത്താറുമുണ്ട്. കാരണം എൻ്റെ അടുത്തുള്ളത് ഒരു പ്രോഡക്റ്റ് അല്ല, എൻ്റെ അടുത്ത് 22ഓളം പ്രോഡക്റ്റുകളുണ്ട്. അതുകൂടാതെ അതിനേക്കാൾ ഉപരി സർവീസസും ഉണ്ട്. ഞാൻ കൊടുക്കുന്ന സർവീസസുകൾ കൂടുതലും, എൻ്റെ സർവീസസ് എല്ലാ സേവനങ്ങളും ഫ്രീ ആണ്. പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ടിട്ട് അവർക്ക് പ്രതിഫലം വേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫണ്ട് മാത്രമാണ് പുറത്തേക്കായിട്ട് വിനിയോഗിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാ സമയത്തും. എനിക്കൊരു വേർഡ്സിൻ്റെ അർത്ഥം കിട്ടിയില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഒരു വാക്ക് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കി, ChatGPTയിൽ നോക്കി അത് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താ പറയുക, സെൽഫ് ഇവോൾവിങ് എന്നുള്ളൊരു കാര്യം, ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാൻ എൻ്റെ തലയിൽ ഇട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അതെൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, കോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഡെവലപ്പ് ആവുന്നതോടൊപ്പം ആരും എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഡെവലപ്പ് ആവണം. ഞാൻ എന്നെ ഡിജിറ്റലി സൈൻ ചെയ്യാണ് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ ചെയ്യുന്ന ഈ പരിപാടിനെ പറയുന്നത് സ്കിൽ ഡെവലപ്മെൻ്റ് എന്നാണ്. ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇനി അങ്ങോട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. ഇന്നിപ്പോൾ എൻ്റെ ചാനൽ അത്യാവശ്യം എന്താ പറയുക, ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, എന്നോട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ധൈര്യസമേതം പറയും ഞാൻ ഹോക്കറാസ് എന്ന ചാനലിൻ്റെ ഓണറാണെന്ന്. അതുകൂടാതെ ഞാൻ പറയും ഞാനൊരു ബാഡ്മിൻ്റൺ പ്ലെയർ, നാഷണൽ ലെവലിൽ കളിക്കുന്ന ആളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞ് മാത്രമാണ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നമ്മുടെ ബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നിട്ട് 13 ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത പരിപാടികൾക്കായിട്ട് ഇന്നിപ്പോൾ പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നതാണ്, നിങ്ങൾ പ്രൊഡക്ടിവിറ്റി മാക്സിമത്തിൽ ഉപയോഗിക്കുക. അതേപോലെ ആ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഒരാളുടെ ഉള്ളിൽ ലക്ഷ്യം ജനിക്കുമ്പോൾ മാത്രമാണ് അവിടെ പ്രമേയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ പ്രമേയങ്ങൾ മാത്രമാണ് പ്രവൃത്തിയായിട്ട് മാറുകയുള്ളൂ. എന്ന് ആ പ്രവൃത്തി പ്രാവർത്തികമാകുന്നു, അപ്പോൾ അവൻ ലക്ഷ്യത്തിലോട്ട് നടക്കാനുള്ള ഊർജ്ജം അവന് ലഭിക്കും. അപ്പോൾ മാത്രമാണ് അവന് ലക്ഷ്യങ്ങളിലേക്ക് എത്താനും അവൻ ആ കാര്യങ്ങൾ സമീകൃതമായ രീതിയിൽ ക്രമീകരിച്ച് അവൻ കൊണ്ട് നടക്കുമ്പോൾ അവന് അതിൻ്റെ ഔട്ട്പുട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരും. ഔട്ട്പുട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരും, അവൻ അടുത്ത് ചെല്ലേണ്ടതില്ല. അവൻ നടന്നാൽ മാത്രം മതി, അവൻ്റെ അടുത്തേക്ക് വേണ്ടതെല്ലാം വരും. നമുക്ക് വേണ്ടത് എക്സലൻസ് ആണ്. എക്സലൻസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. നല്ല വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് കാമ്പും കഴമ്പും ഉള്ള കാര്യമായിരിക്കണം. ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ്. അപ്പോൾ അത് ഇന്നത്തെ ലോകത്തിന് വേണ്ടൊരു സംഭവമാണ് മാർക്കറ്റിംഗ്. കാരണം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റ് ചെയ്യാനും പഠിക്കണ്ടേ. അപ്പോൾ ആ കോഴ്സ് ഞാൻ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ ഞാൻ പഠിക്കുന്നതാണ് ഇൻ്റർനാഷണൽ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് യോഗ പഠിക്കുന്നുണ്ട്. ഞാൻ ബാഡ്മിൻ്റൺ ചെയ്യുമ്പോൾ എനിക്ക് യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സമചിത്തതയോടുകൂടി മനത്തിന് ചിത്തം വരാത്ത രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. യോഗ എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചക്ര പോയിൻറ്റ്സും അതേപോലെ എൻ്റെ ബിന്ദുക്കളും ആക്ടിവേറ്റ് ചെയ്ത് ഞാനൊന്ന് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ത്രോട്ടിലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഓരോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ ഇൻ്റർനാഷണൽ സ്പോർട്സ്മാന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം എനിക്കിപ്പോൾ മാനുവലായിട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. കാരണം ഞാനൊരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്തോരം പരിശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങളറിയണം, ഓരോരുത്തരും അറിയണം. ഞാനിവിടെ വെറുതെ ഒരു ചാനൽ തുറന്നിട്ടിട്ട് ജസ്റ്റ് ഗിമ്മിക്കും പറഞ്ഞു പോകുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം ഇതിലിനി വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുവെച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി എന്നോട് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നെ വിളിക്കുക, എൻ്റെ നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് അബൌട്ട് പേജിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പം ഞാനിവിടെ സമാഹരിക്കുന്നതാണ്. കാരണം പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം ഇനി അടുത്ത പരിപാടികളിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തേക്ക് ബായ്.